Come on. Good girl. Good girl. Here you go. Have it. You can have it. ഇതെനിക്ക് നിലത്തുനിന്ന് കിട്ടിയതാണ് ഷീപ്പിൻ്റെ വൂളത്. ഞാനിപ്പോൾ ഉള്ളത് ഓസ്ട്രേലിയയിലെ വിക്ടോറിയ സ്റ്റേറ്റിലെ ഒരു ഫാമിലാണ്. അപ്പോൾ ഇവർ പറഞ്ഞത് ഇവർക്ക് ഒത്തിരി ഏക്കർ കണക്കിന് ഫാമുണ്ട്. ഈ കാണുന്ന മുഴുവനും അവരുടെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇവിടെ ഉണങ്ങുന്ന സമയത്ത് പുല്ലൊന്നും ഇല്ലാതെ ഉണങ്ങി വരണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ഒത്തിരി പശുക്കളുണ്ട് ഇവർക്ക്. അപ്പോൾ ഈ പശുക്കളെല്ലാം കൂടെ അടുത്ത സ്റ്റേറ്റായ ന്യൂ സൗത്ത് വെയിൽസിലേക്ക് കൊണ്ടുപോകും ഗ്രേസിങ്ങിന് വേണ്ടിയിട്ട്. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് ഷീപ്പൊക്കെ നല്ല സ്പീഡിൽ ഓടുന്നുണ്ട്. ഈ ഷീപ്പിനെ ഇവർ 2 രീതിയിലാണ് ഡിവൈഡ് ചെയ്തിട്ടേക്കുന്നത്. കുട്ടികളുള്ള ഷീപ്പ് ഒരു സൈഡിലും പിന്നെ അല്ലാത്തത് വേറൊരു സൈഡിലുമായിട്ടാണ് ഇവരിട്ടേക്കണേ. പശുക്കളും ഈ ഷീപ്പും മാത്രമല്ല, ലാമയുണ്ട്, കുതിരയൊക്കെ ഉണ്ട് ഇവിടെ. വളരെ പീസ്ഫുള്ളായിട്ട് സമാധാനത്തോടെ ജീവിച്ചു പോകുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. എല്ലാവർക്കും ഒരുപാട് ഏക്കർ കണക്കിന് സ്ഥലങ്ങളുണ്ട്. വീടുകളൊന്നും അടുത്തടുത്തില്ല, ഒത്തിരി ദൂരെയാണ് വീടുകളൊക്കെ ഉള്ളത്. പക്ഷെ നല്ല ഭംഗിയായിട്ടുള്ളൊരു സ്ഥലമാണ്. ഭയങ്കര ക്വയറ്റാണ്. കോഴീനെയും പശുക്കളെയൊക്കെ നോക്കി അങ്ങനെ ജീവിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. പിന്നെ ഇവിടെ ഒരുപാട് ക്യാങ്കറൂസും വോളബീസൊക്കെ ഉണ്ട്. അപ്പോൾ റോഡ് സൈഡിലൊക്കെ അവർ ബോർഡ് വെച്ചിട്ടുണ്ട്, ക്യാങ്കറു വണ്ടിയുടെ മുന്നിൽ ചാടാതെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെയുള്ള സ്ഥലത്ത് താമസിക്കുന്ന മെറിറ്റ്സൊക്കെ ഒരുപാടുണ്ട്. പക്ഷേ ഡീമെറിറ്റായിട്ട് പറയുവാണെങ്കിൽ ഇവിടെ ബുഷ് ഫയറൊക്കെ വരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ബുഷ് ഫയർ വരുന്നൊരു സമയത്ത് നമ്മളിവിടുന്ന് മാറി താമസിക്കേണ്ടതായിട്ടൊക്കെ വരും. പിന്നെ വെള്ളത്തിനൊക്കെ ഇവർക്ക് വലിയ ടാങ്കൊക്കെ ഉണ്ട്. അപ്പോൾ വെള്ളമൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. മഴയൊന്നും ഇല്ലെങ്കിൽ പിന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ സിറ്റിയിലൊക്കെ താമസിക്കുന്ന ഹോസ്പിറ്റലോ അങ്ങനെയൊന്നും പെട്ടെന്ന് അടുത്തുണ്ടാവില്ല. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇങ്ങനെ ഒരു സ്ഥലത്ത് വീട് വെച്ച് ക്വയറ്റായിട്ട് താമസിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ? ജീപ്പേഴ്സ് ക്രീപ്പേഴ്സ് എന്ന് പറഞ്ഞ പാർട്ട് 2 ഹൊറർ മൂവിയിലെ പോലെ തന്നെയുള്ളൊരു ഷെഡ് ഇവിടെ ഉണ്ട് കേട്ടോ ഈ ഫാമിൽ. Bush chooks. Well, the bush chooks have all taken. Oh yeah, so there's the bush chook. Yep. So if you look to the, so that's a wood duck. So on the fence is what they call a wood duck in Australia. And if you pan around to your right, you go that way, come around this way, and then come back down to the lake. So zoom out. Zoom out. Yep. Yeah. This one. Yep, that's called a bush chook. Looks like a chicken, but it's black, and it just literally lives in the bush. Okay. Doesn't do much more than that. And if you pan around, show them the lake, because they're all on the lake at the moment. Yeah. You'll see they're all zoomed in on that little island. To your left a bit. That's it. There they all are. There's what they call those big white ones, ibises. Yeah. So they tend to eat the reeds, and then you've got the little bush chook in the front there floating on the water. Okay. Thank you for explaining. That's all right. I'll probably go. Yeah, there's all different types. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമാണെങ്കിൽ, ഓസ്ട്രേലിയൻ വീഡിയോസൊക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ കേട്ടോ. അപ്പോൾ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ ബൈ.